ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ ഫാസ്ടാഗിന് എങ്ങനെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം എന്നതിൻ്റെ ഏറ്റവും പുതിയ ഓൺലൈൻ പ്രോസസ്സാണ് ഇന്നിവിടെ നോക്കുന്നത്. വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. പ്രോസസ്സിൽ അപ്ഡേഷൻ വന്നതുകൊണ്ടാണ് പുതിയ പ്രോസസ്സ് ചെയ്തിരിക്കുന്നത്. അപേക്ഷിച്ചാൽ ഫാസ്ടാഗ് എത്ര ദിവസം കൊണ്ട് കിട്ടുമെന്നും കിട്ടിയ ഫാസ്ടാഗ് വാഹനത്തിൽ ഒട്ടിക്കുന്നത് എങ്ങനെയെന്നും ഫാസ്ടാഗുമായി ബന്ധപ്പെട്ട മറ്റ് അടിസ്ഥാന വിവരങ്ങളൊക്കെ അടങ്ങിയ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ലിങ്ക് മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. RCയും ഡ്രൈവിംഗ് ലൈസൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകൾ അടങ്ങിയ ഏതാണ്ട് ഒട്ടുമിക്ക വീഡിയോകളും ചാനലിൽ ലഭ്യമാണ്. ഇത്തരത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഏതാണ്ട് 30-ലധികം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകൾ അടങ്ങിയ 100 കണക്കിന് വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പുതിയ ഫാസ്ടാഗിന് പുതിയ പ്രോസസ്സ് അനുസരിച്ച് എങ്ങനെ അപേക്ഷിക്കാമെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. നേരത്തെയും വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അടിസ്ഥാന വിവരങ്ങളൊക്കെ ആ വീഡിയോയിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇപ്പോൾ പ്രോസസ്സിൽ മാറ്റം വന്നിട്ടുണ്ട്. മാറിയ പ്രോസസ്സ് അനുസരിച്ച് എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. ഫെഡറൽ ബാങ്കിൻ്റെ ഫാസ്ടാഗിന് എങ്ങനെ അപേക്ഷിക്കാമെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. അക്കൗണ്ട് ഉള്ളവർക്കും ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഇല്ലാത്തവർക്കും ഒക്കെ അപേക്ഷിക്കാവുന്നതുമാണ്. ഫാസ്ടാഗിനെ സംബന്ധിച്ച് നമുക്ക് ഏത് കമ്പനിയുടെയും ഫാസ്ടാഗ് എടുക്കാവുന്നതാണ്. ഒരു വാഹനത്തിന് ഒന്നിലധികം ഫാസ്ടാഗ് എടുക്കാൻ സാധിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഫെഡറൽ ബാങ്ക് വഴി നമ്മൾ ഫാസ്ടാഗ് എടുത്താലും ഫെഡറൽ ബാങ്ക് ഉൾപ്പെടെ മറ്റ് ഏത് പ്ലാറ്റ്ഫോമിലൂടെയും നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയ സംവിധാനങ്ങളിലൂടെയൊക്കെ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം. ഇതാണ് ഫെഡറൽ ബാങ്കിൻ്റെ ഫാസ്ടാഗിനായിട്ടുള്ള വെബ്സൈറ്റ്. സൈറ്റ് അഡ്രസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇവിടെ ഒരു മൊബൈൽ നമ്പർ കൊടുക്കേണ്ടതുകൊണ്ട് ഇവിടെ തന്നെ കൺട്രി കോഡ് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ഏത് രാജ്യം വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. ഞാനിവിടെ ഇന്ത്യയുടെ കോഡ് കൊടുത്തതിന് ശേഷം മൊബൈൽ നമ്പറും കൊടുത്ത് തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച നമ്പേഴ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് തൊട്ട് താഴെ റിട്രീവ് OTP എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്തതിനു ശേഷം ആ മൊബൈലിലേക്ക് വരുന്ന മുകളിൽ കൊടുത്ത മൊബൈലിലേക്ക് വരുന്ന OTPയും ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇങ്ങനെ ഒരു പേജിൽ എത്തിച്ചേരാൻ സാധിക്കും. ഇവിടെ 2 ലിങ്കുകളുണ്ട്. എക്സിസ്റ്റിംഗ് ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ എന്നും ന്യൂ കസ്റ്റമർ എന്നും. നിലവിൽ ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ആദ്യത്തെ എക്സിസ്റ്റിംഗ് ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് ഹോൾഡറിൽ പ്രസ് ചെയ്ത് ഡീറ്റെയിൽസ് കൊടുത്ത് അക്കൗണ്ട് നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് കൊടുത്ത് മുന്നോട്ട് പോയി ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ന്യൂ കസ്റ്റമറിൽ പ്രസ് ചെയ്ത് ചെയ്യുകയാണ്. പുതുതായിട്ട് ചെയ്യാനായിട്ട് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ട്. തുടർന്ന് താഴോട്ട് ലിങ്കുകൾ വരുന്നതും അവിടെ ഫസ്റ്റ് നെയിം എന്നുള്ളിടത്ത് വാഹന ഉടമയുടെ RCയിലും ആധാറിലും ഒക്കെ ഉള്ള പേര് അവിടെ കൊടുക്കുക. ഫസ്റ്റ് നെയിം കമ്പൽസറി ആണ്. ഇനിഷ്യൽ കൊടുക്കാവുന്നതാണ്. ഇനിഷ്യൽ ഇല്ലാത്തവർക്ക് ഫസ്റ്റ് നെയിം റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. മിഡിൽ നെയിം ഉള്ളവർക്ക് അതും കൊടുക്കാം. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ഹൈഫൺ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കലണ്ടർ ചൂസ് ചെയ്ത് രേഖപ്പെടുത്താം. ജെൻഡർ കൊടുക്കുക. അതിനുശേഷം ഇമെയിൽ ID ആണ്. അത് കൊടുത്തെങ്കിലേ വെരിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. തുടർന്ന് താഴെ ശരിയായിട്ടുള്ള പിൻകോഡ് കൊടുക്കണം. ഓട്ടോമാറ്റിക്കായിട്ട് സിറ്റിയും സ്റ്റേറ്റും ഒക്കെ വരുന്നതാണ്. ഇവിടെ ഇമെയിൽ ID കൊടുത്തെങ്കിൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിൽ അത് വെരിഫൈ ചെയ്യാനൊക്കൂ. അതിനുശേഷം താഴെ വന്ന് നെക്സ്റ്റ് കൊടുത്ത് അടുത്ത സ്റ്റേജിലേക്ക് പോകാം. അവിടെ മെയിൽ ID വെരിഫൈ ചെയ്യാനുള്ള ലിങ്ക് വരും. മെയിലിലേക്ക് വരുന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ID പ്രൂഫ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടുന്നത്. ഇവിടെ ആധാർ, വോട്ടർ ID, അതുപോലെ പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവയൊക്കെ ഉണ്ട്. നോൺ ഇൻഡിവിജ്വൽ കാറ്റഗറിയും ഉണ്ട്. അതിൽ ആവശ്യമുള്ളത് അത് തിരഞ്ഞെടുത്ത് കൊടുക്കാം. ഞാനിവിടെ ആധാറാണ് കൊടുക്കുന്നത്. ആധാർ കൊടുത്തതിന് ശേഷം അവിടെ ആധാറിലെ പേര് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ID-യുടെ പേര് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ID-യിലെ ഡേറ്റ് ഓഫ് ബർത്തും ഹൈഫൻ ഇട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം കലണ്ടർ ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം തൊട്ട് താഴെ ID പ്രൂഫിൻ്റെ നമ്പർ രേഖപ്പെടുത്തി കൊടുക്കണം. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്ത് അടുത്ത സ്റ്റേജിലേക്ക് പോകാവുന്നതാണ്. തുടർന്ന് വരുന്നത് കണ്ടീഷൻസ് ആണ്. അതിൻ്റെ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്തു വന്നു കഴിഞ്ഞാൽ ഓരോ കാറ്റഗറിയിലും പെട്ട വാഹനങ്ങൾക്കുള്ള രജിസ്ട്രേഷൻ ഫീസ് എത്രയാണെന്ന് അവിടെ കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ അത് വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതുമാണ്. ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലത് തന്നെയാണ്. അതിനുശേഷം താഴോട്ട് വന്നതിന് ശേഷം അവിടെ നമുക്ക് ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുത്ത് ഫിനിഷ് കൊടുക്കുന്നതോടുകൂടി രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നതാണ്. തുടർന്ന് നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. സൈറ്റ് കുറച്ച് സ്ലോ ആണ്. ഇവിടെ നിന്നും നമുക്കിനി ഫാസ്ടാഗ് ബൈ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നിന്ന് ക്ലാസ് ഓഫ് വെഹിക്കിൾ തിരഞ്ഞെടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ആദ്യത്തെ കാർ, ജീപ്പ് എന്നുള്ളത് ആ ഒരു കാറ്റഗറി സെലക്ട് ചെയ്യുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഓരോ ക്ലാസിൻ്റെയും വിശദാംശങ്ങൾ നൽകിയിരുന്നു. വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നും വീണ്ടും താഴോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന കോളംസ് ഒന്നും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. തുടർന്ന് താഴെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വെഹിക്കിൾ VIN നമ്പർ എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ വെർച്വൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. ചേസിസ് നമ്പർ ഫുള്ള് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ വെഹിക്കിൾ VIN-ൽ ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. പിന്നീടുള്ളത് എൻജിൻ നമ്പറിൻ്റെ ലാസ്റ്റ് 5 ഡിജിറ്റാണ്. ഈ 3 കോളംസും വളരെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്തെങ്കിലേ വാഹനത്തിൽ നിന്നും ഈ ഡീറ്റെയിൽസ് ഇങ്ങോട്ട് ഫെച്ച് ചെയ്ത് വരികയുള്ളൂ. തുടർന്ന് താഴെ വാഹനത്തിൻ്റെ RCയുടെ ഫ്രണ്ട് പേജും ബാക്ക് പേജും 2 MB താഴെയുള്ള JPG ഫോർമാറ്റിലുള്ള ഫയലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് 2 കോളംസിലായിട്ട് ചൂസ് ഫയലിൽ പ്രസ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പ്രൊസീഡ് ടു നെക്സ്റ്റ് സ്റ്റെപ്പിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാവുന്നതാണ്.
അങ്ങനെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ പ്രസ് ചെയ്താൽ താഴോട്ട് ബാക്കി കോളംസ് വരുന്നതാണ്. ഇവിടെ നമ്മൾ ഡെലിവറി അഡ്രസ്സും ബില്ലിംഗ് അഡ്രസ്സും അങ്ങനെ 2 അഡ്രസ്സുകളാണ് കൊടുക്കേണ്ടുന്നത്. ഡെലിവറി അഡ്രസ്സ് ഫാസ്ടാഗ് പോസ്റ്റിൽ വരാൻ വേണ്ടിയുള്ള അഡ്രസ്സാണ്. കറക്റ്റായിട്ട് പിൻകോഡും പോസ്റ്റ് ഓഫീസും ഒക്കെ കറക്റ്റായിട്ട് കൊടുത്ത് ചെയ്യണം. GST നമ്പർ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ബ്ലാങ്ക് ഇട്ടാൽ മതി. ഫാസ്ടാഗിൻ്റെ അഡ്രസ്സും ബില്ലിംഗ് അഡ്രസ്സും ഒന്നാണെന്നുണ്ടെങ്കിൽ മുകളിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. അവിടെ നിന്നും വീണ്ടും താഴോട്ട് വന്നാൽ ചാർജസിൻ്റെ ബ്രേക്കപ്പ് കാണിച്ചിരിക്കുന്നത് കാണാം. ഇവിടെ ഓൺ ബോർഡ് ഫീ 100 രൂപ, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 100 രൂപ, അങ്ങനെ 200ഉം അതിൻ്റെ ടാക്സുമാണ് വരുന്നത്. ഈ 200 രൂപ നമുക്ക് ഫാസ്ടാഗിനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഫാസ്ടാഗ് പോസ്റ്റിൽ വന്നതിന് ശേഷം അതിന് സെപ്പറേറ്റ് നമുക്ക് റീചാർജ് ചെയ്യേണ്ടി വരും. ഈ വെബ്സൈറ്റിൽ നിന്ന് തന്നെ റീചാർജ് ചെയ്യാം. അതല്ലെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ ഫോൺ പേ, ഗൂഗിൾ പേ തുടങ്ങിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചും റീചാർജ് ചെയ്യാവുന്നതാണ്. ഇവിടെ കാർ, ജീപ്പ് കാറ്റഗറിയിൽ വരുന്നതിൻ്റെ എമൗണ്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ക്ലാസ് ഓഫ് വെഹിക്കിൾ മാറുന്നതിനനുസരിച്ച് എമൗണ്ടിൽ വ്യത്യാസമുണ്ടാകും. അതിനുശേഷം താഴെ കാണുന്ന പേ യൂസിങ് UPI നെറ്റ് ബാങ്കിങ് കാർഡ് എന്നുള്ള ആ ഒരു ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് പാൻ കാർഡ് ഡെലിവറി ചെയ്യാനുള്ള അഡ്രസ്സും ബില്ലിംഗ് അഡ്രസ്സും കാണിക്കുന്നതാണ്. അഡ്രസ്സുകൾ കറക്റ്റാണോ എന്ന് പരിശോധിക്കണം. അതിനുശേഷം പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് വരുന്ന പേജിൽ ധാരാളം പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇതിലൊന്ന് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താം. കഴിഞ്ഞ വീഡിയോയിൽ പേയ്മെൻറ്റ് എങ്ങനെ നടത്താമെന്നും അതിനുശേഷം എത്ര ദിവസത്തിനുള്ളിൽ ഫാസ്ടാഗ് ലഭിക്കുമെന്നും ഫാസ്ടാഗ് ലഭിച്ചതിന് ശേഷം അത് വാഹനത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ഒട്ടിക്കുന്നത് എങ്ങനെയെന്നും ഒക്കെ വിശദമാക്കുന്നുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് എൻ്റെ സ്ക്രീനിലും മുകളിൽ ഐ ബട്ടണിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. മൊബൈൽ നമ്പർ കൊടുത്ത് വീണ്ടും ലോഗിൻ ചെയ്ത് സ്റ്റാറ്റസ് നോക്കുവാനും ഇവിടെ ഡാഷ്ബോർഡിൽ പ്രസ് ചെയ്ത് കറണ്ട് ബാലൻസും ടോട്ടൽ എത്ര സ്പെൻഡ് ചെയ്തെന്നും അതേപോലെ തന്നെ അവിടെ റീചാർജ് ചെയ്യുവാനുള്ള റീചാർജ് വാലറ്റിൽ പ്രസ് ചെയ്ത് നമുക്ക് റീചാർജ് ചെയ്യുവാനും കഴിയും. കൂടാതെ ട്രാൻസാക്ഷൻ, രജിസ്റ്റേർഡ് ടാഗ്, ബൈ ടാഗ് തുടങ്ങിയ ലിങ്കുകളൊക്കെ ഇടത് സൈഡിൽ കൊടുത്തിരിക്കുന്നതും കാണാം. വാഹനത്തിൽ ഫാസ്ടാഗ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ കാണുന്നത് നല്ലതായിരിക്കും. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.